ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കുന്നതിനെതിരായ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് ക്രൈസ്തവ സഭകൾക്കുള്ള വൈൻ ഉൽപാദന ലൈസൻസിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവിധ ജില്ലകളിലായി ആകെ 24 ലൈസൻസ്. കോട്ടയം ജില്ലയിൽ മാത്രം 28,050 ലിറ്റർ വൈൻ ഉൽപ്പാദിപ്പിക്കാൻ അനുമതി. കോഴിക്കോട് 16,000 ലിറ്ററും തിരുവനന്തപുരത്ത് 13,410 ലിറ്ററും എറണാകുളത്ത് 13,077 ലിറ്റർ വൈനും ഉൽപ്പാദിപ്പിക്കാനാണ് സഭകൾക്ക് ലൈസൻസ് ഉള്ളത്. തിരുവനന്തപുരം CSI രൂപതയ്ക്കും ചങ്ങനാശ്ശേരി രൂപതയ്ക്കുമാണ് ഏറ്റവും അധികം വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയുള്ളത്. 10,000 ലിറ്റർ വീതം. ഒരു വർഷം സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് ആകെ ഉൽപ്പാദിപ്പിക്കാവുന്ന വൈനിന്റെ കണക്ക് 95,412 ലിറ്ററാണ്. 42.86% വീര്യമുള്ള വിദേശമദ്യം മാറ്റി നിർത്തിയാൽ ബിയറിനും കള്ളിനുമുള്ളതിനേക്കാൾ വീര്യം വൈനിനാണ്. ബിയറിന് 6%, കള്ളിന് 8.1%, വൈനിന് 8 മുതൽ 15.5% എന്നിങ്ങനെയാണ് വീര്യം. പാതയോരത്തെ മദ്യശാലകൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ തന്നെ സഭകൾ വലിയ തോതിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് വിരോധാഭാസമാണെന്ന് ബാർഡമകൾ നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം എക്സൈസ് നിയമത്തിലെ കൊച്ചിൻ മാസ് വൈൻ റൂൾസ് പ്രകാരമുള്ള വൈൻ ഉൽപ്പാദനമാണ് നടത്തുന്നതെന്നാണ് ക്രൈസ്തവ സഭകളുടെ വിശദീകരണം. ഇത് കുർബാന ആവശ്യത്തിനുള്ളതാണെന്നും വീര്യമില്ലാത്തതാണെന്നും ബന്ധപ്പെട്ടവർ പ്രതികരിച്ചു. മിഥുൻ സുരേന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.